നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി വിജ്ഞാപനം ഇറക്കിയിരുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. മെയ്തേയ് കുക്കി കലാപം നിയന്ത്രിക്കാനാകാതിരുന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ സുരക്ഷാ സ്ഥിതിഗതികളിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വംശീയ കലാപങ്ങൾ തുടരുന്നതിനിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അധികൃതർ നടപടികൾ ശക്തമാക്കി. AK-47 ഉൾപ്പെടെയുള്ള തോക്കുകൾ കൈവശം വെച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നതിന്റെ വൈറൽ വീഡിയോയിൽ ഉൾപ്പെട്ട 5 പേരെ മണിപ്പൂർ പോലീസ് വ്യാഴാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തു. വ്യാജരേഖകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ വിൽക്കുന്ന ഒരാളെയും പിടികൂടി. കാങ്പോക്പി ജില്ലയിലെ കേഗാംനോംഫായ് വില്ലേജ് ഗ്രൗണ്ടിൽ തോളിൽ തോക്ക് ചൂണ്ടി ഫുട്ബോൾ കളിക്കുന്ന 10-15 വ്യക്തികൾ, ചിലർ വർണ്ണാഭമായ വസ്ത്രം ധരിച്ചും മറ്റുള്ളവർ ഫുട്ബോൾ കിറ്റുകൾ ധരിച്ചും ചിത്രീകരിച്ച വീഡിയോ വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായി. 1959 ആയുധ നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ഈ പ്രവൃത്തി കണക്കാക്കപ്പെട്ടു. തുടർന്ന് പോലീസ് നടപടി വേഗത്തിലാക്കി. വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതായി മണിപ്പൂർ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ 15 പേരിൽ 5 പേരെ ബുധനാഴ്ച അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ വ്യക്തികളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവർക്കെതിരെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ആയുധങ്ങളുടെ ഉദ്ഭവത്തെക്കുറിച്ച് തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുസ്ഥലത്ത് അനധികൃതമായി തോക്കുകൾ പ്രദർശിപ്പിച്ചതിൽ കൂടുതൽ വ്യക്തികൾക്ക് പങ്കുണ്ടോ എന്നും അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. വ്യാഴാഴ്ച കാങ്പോക്പിയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഒരു .303 സ്നൈപ്പർ റൈഫിൾ പരിഷ്കരിച്ചതും മാഗസിനുള്ള പിസ്റ്റൽ, SBBL ഗൺ, ലോങ് റേഞ്ച് പ്രൊജക്ടൈൽ ലോഞ്ചർ ബോംബ്, ഹാൻഡ് ഗ്രനൈറ്റ്, വയർലെസ് സെറ്റ് എന്നിവ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് സായുധ സംഘങ്ങളുടെ അനിയന്ത്രിതമായ സാന്നിധ്യം സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റുകൾ. ഡൽഹി മെയ്തേയ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി, മെയ്തേയ് ഹെറിറ്റേജ് സൊസൈറ്റി തുടങ്ങിയ സംഘടനകൾ ഭരണകൂടത്തോട് ആയുധങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നതിനെതിരെയും സംഘർഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളുടെ ശിക്ഷാ ഇളവിനെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരികയാണ്. വ്യാഴാഴ്ച നടന്ന മറ്റൊരു സംഭവത്തിൽ ചന്ദേൽ ജില്ലയിലെ ചാക്പികാംഗ്രോങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗെൽജാങ്ങിലും ടേജാങ്ങിലും ഒരു അസോൾട്ട് റൈഫിൾ 7.62 mm ടൈപ്പ് ബ്ലൂ മോർട്ടാർ പബി, ധാരാളം ആയുധങ്ങളും വെടിക്കോപ്പുകളും പോലീസ് പിടിച്ചെടുത്തു. അതേ ദിവസം തന്നെ വീണ്ടും റെയ്ഡ് നടത്തി ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ തങ്മൈബന്ദ്, കെയ്ഷാംപത്ത് എന്നിവിടങ്ങളിൽ നിന്ന് KCP സംഘടനയിലെ 2 സജീവ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൗബാൽ ജില്ലയിലെ തൗബാൽ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള സംഗെയിം ഫാം നുങ്ഫൌ സമരം റോഡിൽ നിന്ന് KCP സംഘടനയിലെ 2 കേഡർമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചുരാന്ത്പൂർ ജില്ലയിൽ ചുരാന്ത്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോക്ടിസം ഗ്രാമത്തിനടുത്തുള്ള ചാങ്പിക്കോട്ട് കുന്നിൻ പ്രദേശത്തെ അനധികൃത പോപ്പി കൃഷി സുരക്ഷാ സേനയും വനവകുപ്പും ചേർന്ന് നശിപ്പിച്ചു. ഏകദേശം 5 ഏക്കർ സ്ഥലത്തെ അനധികൃത പോപ്പി ചെടികൾ നശിപ്പിക്കുകയും തെളിവായി 10 പോപ്പിക്കായകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ കേന്ദ്ര സർക്കാർ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. നിയമലംഘനം തടയാൻ അധിക സേനയെ വിന്യസിച്ചു. നിയമവിരുദ്ധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കുന്നതിനും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രതിബദ്ധത ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു. അതേസമയം സ്ഥിതിഗതികൾ ഇപ്പോഴും പിരിമുറുക്കത്തിലാണ്. മണിപ്പൂർ സായുധ സംഘങ്ങൾ പരസ്യമായി പ്രവർത്തിക്കുന്നതിന്റെ വലിയ സുരക്ഷാ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാൽ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങൾ അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.